ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ എനിക്ക് ലൈസൻസ് ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെ പറയുന്നത്. അതെ, നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിൽ വണ്ടി ഓടിക്കുക, എക്സെടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു തിയറി ടെസ്റ്റ് പോലെ തരും. സോ അത് അറ്റൻഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ചെറിയ റോഡ് ടെസ്റ്റ്, ചുമ്മാ പേരിന് നിങ്ങൾക്ക് ഓടിക്കാം മാത്രം നോക്കിയാൽ മതി. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല ഇവിടെ തിയറി ടെസ്റ്റ് പാസ്സാവാത്തവർ വരെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക്. അതിൽ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, കാരണം തിയറി ടെസ്റ്റ് വരെ ടഫാണ്. പിന്നെ നമ്മുടെ റൂൾസ് കാര്യങ്ങൾ മൊത്തം ഡിഫറെൻ്റ് ആണ്. നാട്ടിലെ റൂൾസ് വെച്ചിട്ട് ഇവിടെ വന്ന് വണ്ടി ഓടിക്കാന്ന് വിചാരിച്ചാൽ അവനൊരു ഒട്ട ഫൈൻ കൊണ്ടിട്ട് ലൈക്ക് ദാറ്റ്. ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അത് അത്രയും നിർബന്ധമാണ്. ഓക്കെ, സോ ഞാനിവിടെ വന്നിട്ടിപ്പോൾ 1.5 years ആയി. ഇത്രയും നേരത്തെ ഒന്നും അങ്ങനെ ആർക്കും കിട്ടാറില്ല. മൈ ബ്രദേഴ്സ് ഹെൽപ്പ് ഐ ഗോട്ട് മൈ ലൈസൻസ്. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ടൈമിൽ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോളാൻ പറഞ്ഞു. സോ ഞാൻ അതിനെപ്പറ്റി അന്നേരമാണ് ചിന്തിച്ചത്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടല്ല ഇവിടെ വന്നത്. അങ്ങനെ പിന്നെ പേയ്മെൻറ്റ്സിൻ്റെ കാര്യമായാലും പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വരാൻ പറ്റിയത്. ഞാൻ ഇവിടെ 2 ടൈപ്പിൽ എടുക്കാം നമുക്ക്. ഒന്ന് പാക്കേജ് ഇങ്ങനെ പേയ്മെൻ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ടോട്ടൽ പേയ്മെൻ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8,000 ദിർഹംസ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ടെസ്റ്റ് എടുക്കാം. ഞാൻ അങ്ങനത്തെ അല്ല എടുത്തത്. ഞാൻ അൺലിമിറ്റഡ് അല്ല എടുത്തത്. എനിക്ക് ഞാൻ തോക്കുന്നതിനനുസരിച്ച് പൈസ അടച്ചിട്ടാണ് ഞാൻ എടുത്തത്. സോ എനിക്ക് 11,000 ദിർഹംസോളം വരെ ആയിട്ടുണ്ട് എൻ്റെ ലൈസൻസ് പൈസ. അതുപോലെ തന്നെ ഒരുപാട് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഞാൻ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. സോ ഞാൻ അവിടെ വെച്ചിട്ടാണ് എൻ്റെ ക്ലാസ്സസ്. സോ വി ക്യാൻ ചൂസ് എനി ഇൻസ്ട്രക്ടർ വി വാണ്ട്. അവിടെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഞാൻ മെയിൻലി ചൂസ് ചെയ്തത് മലയാളീസിനാണ്. സ്റ്റാർട്ടിങ് മലയാളീസിന്, പിന്നെ അല്ലാണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പാകിസ്ഥാൻസിനായിട്ട് ചൂസ് ചെയ്തത്. പാകിസ്ഥാൻ ഡ്രൈവേഴ്സ് ലൈക്ക് സോ ഗുഡ്. എങ്ങനെ അറിയില്ല, സ്റ്റിൽ ഗുഡ്. പിന്നെ എനിക്കൊരു ഷാബുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി സാറുണ്ടായിരുന്നു. സോ എനിക്ക് കറക്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പുള്ളിയാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. പുള്ളിയുടെ ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ. വെരി സോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് നമ്മുടെ RTS കൂട്ടുകാർ തന്നെയാണ് നടത്തുന്നത്. ലൈക്ക് നമ്മുടെ സ്കൂൾ ടെസ്റ്റ് അതിലവർ പാസ്സാക്കി. കാരണം എൻ്റെത് അൺലിമിറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പ്രാവശ്യം ഫെയിൽ ആകുമ്പോഴും എനിക്ക് നെക്സ്റ്റ് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സും ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവരത്ര പെട്ടെന്ന് കൊടുക്കില്ല. കാരണം എൻ്റെ അടുത്ത് പൈസ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. അസസ്മെൻറ്റ് ഐ തിങ്ക് ഞാൻ 3 പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് കിട്ടിയത്. 4 പ്രാവശ്യം ഫെയിൽ ആയി. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബിക്കോസ് അവർ അത്രയും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ പാർക്കിംഗ് ക്ലാസ്സിലേക്ക് വരെ എടുക്കുള്ളൂ. യുനോ, പിന്നെ വാല്യുവേഷനൊക്കെ വളരെ കറക്റ്റായിട്ട് അവർ നോക്കുക. അത്രയും വാല്യുവേഷനൊക്കെ കഴിഞ്ഞ്
കോൾ നോക്കണം. ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ടുള്ളത് റെഡിയാണോ സോറി. നമ്മൾ ഇപ്പം ലെഫ്റ്റ് റൈറ്റ് ടേണിങ് കാര്യങ്ങൾ പിന്നെ വണ്ടി എടുക്കുമ്പോഴൊക്കെ നമ്മൾ തലയിട്ട് ഇങ്ങനെ നോക്കി കാണിക്കണം അവരെ, അല്ലെങ്കിൽ അവർ പറയും നമ്മൾ നോക്കിയിട്ടില്ല എന്ന്. സോ എത്രത്തോളം നമുക്കിങ്ങനെ കുഞ്ഞു നോക്കി കാണിക്കാമോ നമ്മുടെ തല എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ, ദാറ്റ്സ് ബെറ്റർ. പിന്നെ എൻ്റെ അസസ്മെന്റ് ടെസ്റ്റ് പാസ്സായപ്പോൾ തന്നെ എനിക്ക് RTA ടെസ്റ്റ് പാസ്സായ സന്തോഷമായിരുന്നു. കാരണം അത്രയും പ്രാവശ്യം തോറ്റ് ഞാൻ സത്യത്തിൽ ഫസ്റ്റ് പാസ്സായി പോകുന്നത് കാരണം ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ ഞാൻ അതിൽ പാസ്സായി പോയി വിചാരിച്ചിട്ട് പോയത് ഒരാളാണ്. ബട്ട് 3 വട്ടം ഫെയിലായി കഴിഞ്ഞപ്പോഴാണ് ഓ മൈ ഗോഡ് എന്തൊരു. പക്ഷെ ആ അസസ്മെന്റ് ടെസ്റ്റ് പാസ്സായപ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ലൈക്ക് ഐ ഗോട്ട് മൈ ലൈസൻസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, അതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർക്കിംഗ് ടെസ്റ്റിലേക്ക് അവർ അങ്ങോട്ട് കടത്തി വിടുന്നത് പോലും, പാർക്കിംഗ് ടെസ്റ്റ് എടുക്കുന്നത് പോലും. ഞാൻ പാർക്കിംഗ് ക്ലാസ്സസ് ഒക്കെ സോറി മൈ മിസ്റ്റേക്ക്, പാർക്കിംഗ് ക്ലാസ്സസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇവിടുത്തെ പാർക്കിംഗ് ക്ലാസ്സസ് നമ്മുടെ നാട്ടിലെ പാർക്കിംഗ് കാര്യങ്ങളൊന്നല്ല. ഇവിടെ കറക്റ്റ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം, കറക്റ്റ് ലൈനുള്ളിലായിരിക്കണം പാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ അസസ്മെന്റ് ഈസ് മച്ച് ഈസിയർ ദാൻ RTA ടെസ്റ്റ്. ഓക്കെ, എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസസ്മെന്റ് ടെസ്റ്റിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്ട്രക്ടർമാർ അല്ലെങ്കിൽ അവർ തന്നെയാണ് ആദ്യം എവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഫോർ ദ RTA ടെസ്റ്റ് ഇറ്റ്സ് ഓൾ ലൈക്ക് സെൻസറാണ്, മൊത്തം സെൻസറാണ്. RTA ടെസ്റ്റിൽ അവർ നോക്കിയിട്ട് അവർക്ക് ലൈക്ക് ടച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നോക്കിയിട്ടാണ് അവർ ഫെയിലാക്കുന്നത് എങ്കിൽ RTA ടെസ്റ്റിൽ ഫുൾ സെൻസറാണ്. സോ നമ്മുടെ ഈ മിറർ പോലും ആ വരയുടെ നേരെയാണ് വന്നതെങ്കിൽ അവരതൊരു മതിലായിട്ട് കണക്കാക്കി നമ്മൾ ഫെയിലാക്കും. സോ ആ മിറർ വരെ ആ ലൈനുള്ളിൽ കറക്റ്റ് വരണം, എന്നാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. അതിൽ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കോമഡി ആയിരുന്നു. പാരലല് ആംഗിള്, പിന്നെ റിവേഴ്സ് പാർക്കിംഗ്, പിന്നെ മറന്നു പോയിട്ടോ അങ്ങനത്തെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. സോ എനിക്ക് പാരലലും റിവേഴ്സ് പാർക്കിംഗ് ആയിരുന്നു ഡിഫിക്കൾട്ട്. സോ നമുക്ക് അതിനെ പറ്റി വലിയ പിടിയില്ലായിരുന്നു. എനിക്ക് നാട്ടിൽ തന്നെ വണ്ടി ഓടിച്ച് പറ്റിയില്ല. ഞാൻ നാട്ടിലെ ലൈസൻസ് ഉണ്ട് എന്ന് ഫ്രെയിം ചെയ്ത് വെച്ച് കാണിക്കുന്നൊരു ടീമാണ്. സോ പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ ഓഫീസിൽ എത്തിക്കാം, ഞാനത് വണ്ടിയൊക്കെ നിർത്തിക്കാം. അങ്ങനത്തെ ടീമാണ് ഞാൻ. പിന്നെ ഇവിടെ വന്നിട്ട് പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലൈസൻസ് കിട്ടിയതുകൊണ്ട് എനിക്ക് കൊതി തീർന്നൊന്നും പറയുന്നില്ല. സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ. ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി പ്രാഡമാണ്. ഇതിൻ്റെ ടെസ്റ്റിൽ പാരലൽ ടെസ്റ്റും റിവേഴ്സ് അതിൽ ഞാൻ കുറേ പ്രാവശ്യം ഫെയിലായിരുന്നു. ബട്ട് അസസ്മെൻറ്റിൽ എനിക്ക് ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അതിലും എനിക്ക് നല്ലോണം പൈസ ഞാൻ ചിലവാക്കിയിട്ടാണ് പഠിച്ചത്. സോ അതുപോലെ തന്നെ എനിക്കിപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് RTA പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ടാകും. ഈ സ്കൂൾ അസസ്മെൻറ്റ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അസസ്മെൻറ്റ് പാർക്കിംഗ് ടെസ്റ്റ്, ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് RTA ടെസ്റ്റാണ്. RTA ടെസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് പാർക്കിംഗ് ടെസ്റ്റാണ് കിട്ടുന്നത്. പാർക്കിംഗ് ടെസ്റ്റിൽ സെയിം റൂൾസ്, എവറിത്തിങ് സെയിം, ബട്ട് ഇവാലുവേഷൻ RTAയിലുള്ള ടീംസാണ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഫുൾ സെൻസറാണ്. സോ വി കനോട്ട് ഡു എനിത്തിങ്, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. സോ സെൻസർ അടിച്ച് കഴിഞ്ഞാൽ ലൈക്ക് അടുത്തത് ഏറ്റവും അവസാനം മാത്രമാണ് RTA ടെസ്റ്റ്. 4 ഘട്ടമേ ഉള്ളൂ. ഈ 4 ഘട്ടം കഴിയാൻ ഒരു 40 കൊല്ലം എടുത്തൊരു ഘട്ടം പോലെയാണ് കേട്ടോ. ഇത് RTA ടെസ്റ്റിന് സെക്കൻഡ് ഓർ തേർഡ് ടൈമിലാണ് ഈ കിട്ടിയത്. തേർഡ് ടൈം
തേർഡ് ടൈമിൽ എനിക്ക് RPF ക്ലിയർ ആയിട്ടുണ്ടോ. എല്ലാവരും പറയും ഫസ്റ്റ് ക്ലിയറിലൊക്കെ, പക്ഷെ ഫസ്റ്റ് ക്ലിയേഴ്സൊക്കെ വളരെ റെയറാണ്. RP ടെസ്റ്റ് നമുക്ക് ഭയങ്കര ടെൻസ്ഡ് ആവും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ലാസ്റ്റ് മൂന്നാമത്തെ സമയമായപ്പോൾ പോട്ടെ കോപ്പ് സാലറിന്ന് അങ്ങ് കട്ടാക്കുന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പാസ്സായി ഈസി ആയിട്ട്. ലൈക്ക് 1000 dirhams ആണ്. 1000 dirhamsനടുത്താണ് ഒരു ടെസ്റ്റിന്. സോ 3000 ഞാൻ അവിടെ തന്നെ കളഞ്ഞല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി 1000 കൂടെ അടുത്ത മാസം സാലറിക്കാന്നല്ല കോട്ടയം വിചാരിച്ച് ഞാൻ അങ്ങ് അറ്റൻഡ് ചെയ്യാൻ പോയി. സോ ഐ പാസ്ഡ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു സംഭവമായിരുന്നു. ലൈസൻസ് കൈ കിട്ടിക്കഴിയുമ്പോൾ എനിക്കൊരുമാതിരി ഐ ഗോട്ട് മൈ ലൈസൻസ്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയും നമ്മളെ എന്താ ഇതൊന്ന് പാസ്സായി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിപ്പിക്കും. ഓക്കെ, ലൈസൻസ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ആ ലാസ്റ്റ് ടെസ്റ്റിന് പോയ ആ കോൺഫിഡൻസ് എനിക്ക് അതിന് മുന്നേ പോയ ഒരു ടെസ്റ്റിനും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് സത്യസന്ധമായിട്ട് പറയാം. കാരണം ആ ബോട്ട് പുല്ല് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ആദ്യത്തെ ടെസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്സായി പോയാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് വെഹിക്കിൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ്, പിന്നെ ഇവിടുത്തെ റൂൾസ് അവർ നമ്മളെല്ലാം ഫോളോ ചെയ്തോളും എന്ന് അവർക്ക് ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പാസ്. അതിൽ കൂടുതൽ വേറെ ഡിസ്കഷൻസ് ഒന്നുമില്ല. നമ്മൾ കോൺഫിഡൻ്റ് ആണോ, വി ക്യാൻ ഹാൻഡിൽ ദ വെഹിക്കിൾ. പിന്നെ റൂൾസ് നിർബന്ധമായി പാലിച്ചിരിക്കണം. ഇപ്പോൾ ഒരു പെഡസ്ട്രിയൻ മീൻസ് ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി കൊടുക്കണം. ഇവിടെ ഏറ്റവും മുൻഗണന 2 വീലേഴ്സിലുള്ളവർക്ക്, പിന്നെ യാത്ര മീൻസ് നടക്കുന്ന ആൾക്കാർക്ക്. അല്ലാണ്ട് അങ്ങനെയുള്ളവർക്ക് ഭയങ്കര മുൻഗണനയാണ്. സോ വി നീഡ് ടു സ്റ്റോപ്പ് അവർ വെഹിക്കിൾ ആൻഡ് ലെറ്റ് ദം ഗോ. നമ്മൾ എവിടെയാണോ അവിടെ നിർത്തി അവരെ പറഞ്ഞു വിട്ടണം. അതിപ്പോൾ സീബ്ര ലൈനിൽ ഒരാളുണ്ടെങ്കിൽ നമ്മളവിടെ വണ്ടി നിർത്തിയിരിക്കണം. അതവിടെ പാലിക്കേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് നടക്കുന്ന ഭയങ്കര ഒരു രസമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ആ സീബ്ര ലൈനിൽ നിൽക്കുന്നു, വണ്ടിയെല്ലാം നിർത്തി തരുന്നു, നമ്മൾ രാജാക്കന്മാർ. ബട്ട് വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിർത്തിക്കൊണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ നിർത്തിക്കൊണ്ട്. കാരണം നടന്നപ്പോഴുള്ള നമുക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് കിട്ടിക്കൊണ്ടല്ലേ, നമ്മളായിട്ട് എന്തിനാ വെറുതെ. സോ എൻ്റെ ലൈസൻസ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെയാണെന്നൊന്നുമില്ല. വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ഫസ്റ്റ് ടൈമിലൊക്കെ പാസ്സായപ്പോൾ ഞാൻ അത്ര ക്ലിയറില്ലായിരുന്നു. സോറി, ഞാൻ നോർമലായിട്ടുള്ള ഒരാൾ. ബട്ട് എല്ലാവരും പറയുന്നത് ലൈക്ക് സാധാരണ പെൺകുട്ടികളിൽ അത്രയും ഡ്രൈവിങ്ങിൽ പേടിയില്ല എന്നാണ് എൻ്റെ ഇൻസ്ട്രക്ടർമാരൊക്കെ പറഞ്ഞത്. ഐ തിങ്ക് സോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടി ഒരു 6 മാസത്തിനുള്ളിൽ പ്രാഡോ ഓടിച്ചു പോകുമ്പോൾ എന്നെ ഇതിനകത്തിരുന്ന കാണില്ല എന്ന് വരെ പറയുന്ന പല ടീംസുണ്ട്. സോ അത് ശരി കേട്ടോ. ഇവിടെ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നെ അവിടെ നിന്ന് ആ മൂലയ്ക്ക് മീൻസ് ആ ഭാഗത്തുനിന്ന് നോക്കിയാൽ മാത്രമേ എന്നെ കാണുള്ളൂ. എന്നെ അവിടെ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. പിന്നെ ഞാൻ ഇത്രയും ചെറുതും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെയുണ്ടാവുക. സോ അതിലിപ്പോൾ കുറ്റം പറയാനില്ല. കാരണം ഓഫീസിൽ കയറാം, സമയമായിട്ടോ. ബൈ, സീ യു. ഇതിനകത്തിന് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഓർ യു ക്യാൻ ആസ്ക് മീ ഇഫ് എനിത്തിങ് യു വാണ്ട് ടു നോ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാം. ഇപ്പം എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ജസ്റ്റ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് യു ക്യാൻ ആസ്ക് മീ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. ആരെങ്കിലും എങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് ലൈസൻസ് എടുക്കുന്ന കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ബൈ 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 ബൈ, സീ യു.